നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ തിരക്കിട്ട് തുടങ്ങിയ നഴ്സിംഗ് കോളേജിനെതിരെ വിദ്യാർത്ഥികൾ സമരം നടത്തിയതിൻ്റെ പേരിൽ പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റി. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ച് തടയാൻ പ്രിൻസിപ്പലിന് കഴിയാത്തത് കാരണമാണ് സ്ഥലമാറ്റം എന്നാണ് സൂചന. തിരുവനന്തപുരം സ്വദേശിയായ പ്രിൻസിപ്പൽ ഗീതാകുമാരിയെ കാസർകോട്ടേക്കാണ് മാറ്റിയത്. നേരത്തെ വിദ്യാർത്ഥികളെ മാറ്റാൻ നീക്കം നടത്തിയിരുന്നു. എന്നാൽ അത് വലിയ പ്രതിഷേധത്തിന് കാരണമായേക്കും എന്ന് കണ്ടാണ് ഇപ്പോൾ പ്രിൻസിപ്പലിനെ മാറ്റിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് ഉൾപ്പെടെ സമരപരിപാടികളുമായി ഇറങ്ങിയതോടെ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്ത് ജൂലൈ അവസാനം യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പ്രിൻസിപ്പലിനെ കുറ്റപ്പെടുത്താനാണ് അധികൃതർ ശ്രമിച്ചത്. ഒടുവിൽ PTA സമ്മർദ്ദത്തെ തുടർന്ന് ഒരാഴ്ചയ്ക്കകം വിദ്യാർത്ഥികൾക്ക് ബസ് അനുവദിക്കാനും തീരുമാനമായതാണ്. എന്നാൽ അതിനും ഇപ്പോൾ നടപടിയായിട്ടില്ല. കെട്ടിടം കണ്ടെത്താൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സമരം ചെയ്തതിന് വിദ്യാർത്ഥികളെ വയനാട്, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ നഴ്സിംഗ് കോളേജുകളിലേക്ക് മാറ്റാനും ആലോചന നടന്നിരുന്നു. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് നടക്കാതെ പോയി. ഇപ്പോൾ അടുത്ത ബാച്ച് പ്രവേശന നടപടികൾ നടന്നുവരികയാണ്. പുതിയ ബാച്ചിലെ കുട്ടികൾ കൂടി എത്തുന്നതോടെ എല്ലാം തകിടം മറിയും. കുട്ടികൾക്ക് നിന്നു തിരിയാൻ പോലും ഇവിടെ സ്ഥല സൗകര്യങ്ങൾ ഇല്ല. നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കാൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട്. 2.5 ഏക്കർ സ്ഥലത്ത് കോളേജിൻ്റെ ക്യാമ്പസ് ഉണ്ടാകണം. 23,200 സ്ക്വയർ ഫീറ്റിൽ കെട്ടിട സൗകര്യങ്ങൾ, സയൻസ് ലാബ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് ന്യൂട്രീഷൻ ലാബ്, ചൈൽഡ് ഹെൽത്ത് ലാബ്, പ്രീ ക്ലിനിക്കൽ ഹെൽത്ത് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, കോമൺ റൂം, ലൈബ്രറി, സ്റ്റാഫ് റൂം എന്നിവ വേണം. 21,100 സ്ക്വയർ ഫീറ്റ് ഹോസ്റ്റൽ സൗകര്യവും ഉറപ്പാക്കണം. മതിയായ പ്രവൃത്തി പരിചയമുള്ള പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, പ്രൊഫസർമാർ, 2 അസോസിയേറ്റ് പ്രൊഫസർമാർ, 3 അസിസ്റ്റന്റ് പ്രൊഫസർമാർ, 10 കുട്ടികൾക്ക് ഒരാൾ എന്ന നിരക്കിൽ അധ്യാപകർ എന്നിങ്ങനെയാണ് മാനദണ്ഡങ്ങൾ. എന്നാൽ പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജിൽ ഈ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല. നഗരത്തിൻ്റെ ഒത്ത നടുക്ക് കോളേജ് റോഡിൽ വാടക കെട്ടിടത്തിൽ നഴ്സിംഗ് കോളേജ് എന്ന ബോർഡും വെച്ച് പ്രവർത്തിക്കുകയാണ് ഈ വിദ്യാലയം. പ്രിൻസിപ്പളും 2 താൽക്കാലിക അധ്യാപകരുമാണ് ആകെയുള്ളത്. അനാട്ടമി ക്ലാസ് ഒരുക്കിയിരിക്കുന്നത് 17 കിലോമീറ്റർ അപ്പുറമുള്ള കോന്നി മെഡിക്കൽ കോളേജിലാണ്. പ്രാക്ടിക്കൽ ജനറൽ ആശുപത്രിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് യാത്രയ്ക്കുള്ള ബസ് ഇല്ലാത്തത് വലിയ ദുരിതവുമാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്ഷിതാക്കൾ മാറി മാറി പരാതി നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. PTA പിരിവെടുത്താണ് കുറേ നാളായി കോളേജിൽ അത്യാവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത്. പുറത്തെ ഹോസ്റ്റൽ ഫീസ്, ഭക്ഷണ ചെലവ്, ബസ് ചാർജ് ഇവയ്ക്കൊക്കെ മാസം വലിയ തുക കുട്ടികൾ കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. പാവപ്പെട്ട നിരവധി കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ച് നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കാൻ എല്ലാ സൗകര്യവും ഉണ്ടെന്നിരിക്കെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അതിന് സമ്മതിക്കുന്നില്ല എന്നാണ് പരാതി. പുതിയ നഴ്സിംഗ് കോളേജിന് ആരോഗ്യ സർവകലാശാല അഫിലിയേഷൻ നൽകണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിരാക്ഷേപ പത്രവും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, കേരള നഴ്സിംഗ് കൗൺസിൽ എന്നിവയുടെ അംഗീകാരവും വേണം. നിലവിലുള്ള കോളേജുകളിൽ സീറ്റ് കൂട്ടുന്നതിനും ഇതാവശ്യമാണ്. സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ ആരോഗ്യ സർവകലാശാല താൽക്കാലിക അനുമതി നൽകിയത്. വൈകാതെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം നേടി കത്ത് ഹാജരാക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും എന്തിന് ഒരു നഴ്സിംഗ് കോളേജ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വിദ്യാർത്ഥികളെ പ്രായോഗികമായി വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു കോളേജ് കെട്ടിപ്പൊക്കി അത് ആരോഗ്യമന്ത്രിയുടെ പേരിൽ ആരോഗ്യമന്ത്രി തുടങ്ങിവെച്ചതാണ് എന്ന് PR വർക്ക് നടത്താൻ വേണ്ടി മാത്രമാണോ ഈ കോളേജ് തുടങ്ങിയത് എന്ന് പല രക്ഷിതാക്കളും പ്രദേശവാസികളും ഒക്കെ തന്നെ ചോദിക്കുന്നു. കുട്ടികൾക്ക് യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ല. കുട്ടികൾക്ക് ലൈബ്രറി ഇല്ല, അത്യാവശ്യത്തിനുള്ള ശുചിമുറി സംവിധാനമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. ആവശ്യമായ സംവിധാനങ്ങൾ പോലും ഒരുക്കാതെ ഒരു നഴ്സിംഗ് കോളേജ് കെട്ടിപ്പൊക്കിയിട്ട് എന്ത് കാര്യം എന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. നേരത്തെയും ഈ വിഷയം വലിയ ചർച്ചയായിരുന്നു. അന്നൊക്കെ തന്നെ കൃത്യമായ ഒരു മറുപടി നൽകാൻ ആരോഗ്യമന്ത്രിക്കോ സർക്കാർ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിരുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം.